അതായത് നമ്മള് ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് പപ്പായ. ഞാൻ ഏറ്റവും കൂടുതൽ പച്ച പപ്പായാണ് കഴിക്കാറ്. നമ്മൾ പച്ച പപ്പായ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നല്ല തിരിച്ചു പറഞ്ഞു പച്ച പപ്പായ കഴിച്ചാൽ പറഞ്ഞു യൂറിക് ആസിഡ് ഉള്ളവർക്ക് പച്ചക്ക പിന്നെ പപ്പായ അടിപൊളിയാണ്. യൂറിക് ആസിഡ് ഉള്ളവർക്ക് നന്നാണ്. അതുപോലെ നമ്മുടെ ഈ ദഹനശേഷി കുറവുള്ളവർക്ക് പപ്പായ നല്ലതാണ്. യൂറിക് ആസിഡ് ബെസ്റ്റ് ആണ് കേട്ടോ. യൂറിക് ആസിഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിക് ആസിഡ് ഇത്രയും നല്ലൊരു മെഡിസിൻ വേറെ ഇല്ല. ഞാൻ പറയണത് ഇത് നമ്മളിങ്ങനെ എടുത്തിട്ടിങ്ങനെ പച്ചയാണെങ്കിൽ അടിപൊളിയാണ്. ഇങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോ ഈ ക്യാമറ എനിക്ക് ഒരു പകുതി കൊടുത്തില്ലെങ്കിൽ വേറെ വേറെ കാണിച്ചില്ല. അപ്പൊ ആദ്യം വിട്ടു കൊടുക്കുന്നുണ്ട്. അല്ലേ വേണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ ഇതൊന്നും ഇതിനെ ഈ കുട്ടികൾക്ക് ഇന്നത്തെ തലമുറത്തെ കുട്ടികൾക്കൊന്നും പപ്പായുടെ ഗുണങ്ങൾ അറിയില്ല. അപ്പൊ നമ്മള് എത്ര കിട്ടിയാലും പപ്പായ കഴിക്കണം. ഞാൻ എവിടുന്ന് കിട്ടിയാലും പപ്പായ മുരിങ്ങ. നാളെ വേറൊരു ടിപ്സ് ഉണ്ട്. ഞാൻ ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ലഞ്ച് ടൈമിലുള്ള ഫുഡുകളെ കുറിച്ച് ഞാൻ നാളെ തൊട്ട് പരിചയപ്പെടാൻ പോകുന്നു. അപ്പൊ പപ്പായ കിട്ടിയാൽ എല്ലാവരും കഴിച്ചോളൂ.